ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, 2 ദിവസത്തെ വിശേഷങ്ങളും കൂടെ കൂട്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കറികൾക്കായിട്ടുള്ളതാണ് ഇവിടെ ഇമ്മ ചെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പള്ളിക്കണ്ടത്തേക്ക് പോയപ്പോൾ ഒരു ദിവസം പോയപ്പോൾ അവിടുത്തെ അയൽവാസി തന്നതാണ് കേട്ടോ, ചിരങ്ങ. അപ്പോൾ അത് താളിക്കണം, അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടിയാണ് കേട്ടോ. അമ്മ അതാ ചിരങ്ങ ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചോറ് ഇതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ബറാത്ത് ദിവസമാണ് കേട്ടോ. അന്നത്തെ വീഡിയോ ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ കണ്ട ഈ തേങ്ങൻ്റെ അച്ചിങ്ങൻ്റെ മുകളിൽ ആൾക്കാർ ചീട്ട് കളിക്കുമ്പോഴൊക്കെ ഇടയിലില്ലേ, അങ്ങനത്തെ സാധനം ഉണ്ടാക്കി കണ്ടിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിരങ്ങ താളിച്ചതും ഉണക്കമീൻ വറുത്തതുമാണ്. അപ്പോൾ ഉണക്കമീനിൽ ഞാൻ എപ്പോഴും ഉണക്കമീൻ പച്ചക്കന്നെ പൊരിക്കുകയാണെന്ന് പരാതിയുണ്ട്. അപ്പോൾ ഉപ്പും മുളകും ഒക്കെ ചേർത്താൽ ഗംഭീരമാവുമെന്ന് രമ്യ ചേച്ചി പറഞ്ഞുകൊണ്ട് ഉപ്പും മുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ഓൾറെഡി ഉണ്ടല്ലോ. മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഉണക്കമീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി കമൻറ്റ് കാക്ക് വന്നാൽ പറയും കറിവേപ്പില ഇട്ടില്ല, എന്നാൽ ഇട്ടിട്ടില്ല കേട്ടോ. കറിവേപ്പില ഉണ്ട്, പക്ഷെ ഒക്കെ ഉണങ്ങിയതാണ്, അപ്പോൾ ഇതിലിട്ടിട്ടില്ല. എന്താ അത് കഴിഞ്ഞിട്ട് ഞാനിതാ പിന്നെ വൈകിട്ട് ഐസുകുട്ടീനെ സ്കൂളിൽ നിന്ന് ബാബാജി പറയാനായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവനെ കൂട്ടിയിട്ട് തിരിച്ച് വന്നു. പിന്നെ ഉമ്മ ചക്കരച്ചോറൊക്കെ റെഡിയാക്കിയിട്ടു. നിങ്ങളെ വീട്ടിൽ ബറാത്തിൻ്റെ ദിവസം എന്താ ഉണ്ടാക്കിയത്? ഇവിടെ ചക്കരച്ചോറാണ് ഇട്ട് ഉണ്ടാക്കൽ. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഓർമ്മകൾക്കായിട്ട് ഉമ്മ അതന്നെയാണ് ഇട്ട് ഉണ്ടാക്കൽ. അപ്പോൾ ചക്കരച്ചോറും ചായയും പപ്പടമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഐസിന് ഫോൺ കിട്ടാത്തതിൻ്റെ ചീറലാണ് ആ കണ്ണ് കേട്ടോ വന്നപ്പം തന്നെ. അപ്പോൾ ചക്കരച്ചോറൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു. പിന്നെ പുതിയ കുപ്പിവെള്ളം വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ചുവപ്പ് കളറുള്ളതാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞാനിതാ ചക്കരച്ചോറൊക്കെ കഴിച്ചു. ജെസ്സി അതിൻ്റെ അടുക്ക് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു കപ്പിലാണ് എടുത്തിരുന്നത് ചായ. ഓള് പിന്നെ ഒരു ചില്ലിൻ്റെ ഗ്ലാസ്സിലേക്ക് അത് മാറ്റിയിരിക്കുന്നു കേട്ടോ. ചായ വീഡിയോ കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ നെക്സ്റ്റ് ഡേ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നോമ്പായതുകൊണ്ട് തന്നെ പകലൊന്നും വീഡിയോ എടുക്കാനുണ്ടായിട്ടില്ല. കുട്ടികൾക്ക് സ്കൂളിലായിട്ടില്ല. രാവിലെ ദോശ ഉണ്ടാക്കി കൊടുത്തു, ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു അത് കൊടുത്തു. പിന്നെ ഉച്ചക്കായപ്പോൾ ഇന്നലത്തെ ചക്കരച്ചോറ് ബാക്കിയുണ്ടായിരുന്നു, അതാണ് ഓൾക്ക് കൊടുത്തത്. അങ്ങനെ അല്ലറ ചില്ലറ വീട്ടിലുള്ളതാണ് കൊടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ വൈകിട്ടാണ് കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ആ ദോശ ഉണ്ടാക്കിയ ടൈമിൽ തന്നെ അമ്മ വന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. നല്ല ചിക്കൻ വറുത്തരച്ച കറി. അങ്ങനെ വെക്കുമ്പോൾ കുറച്ച് തോന ഉണ്ടാവും. കുറച്ച് ചിക്കനാണ് നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്താൽ ഒരു 3-4 കവർക്ക് മാറ്റി വെക്കും. എന്നിട്ട് അതിന് കുറച്ച് എടുത്തിട്ടാണ് കറി വെക്കുക. അപ്പോൾ വറുത്തരച്ചിട്ടാണ് വെക്കട്ടെ, കുറച്ച് അധികം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കൻ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറാട്ട വൈകിട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഇനി കടിയൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പാത്രത്തിൻ്റെ കോലം കണ്ടിട്ട് ഒന്നും തോന്നട്ടെ കേട്ടോ. ചിരങ്ങ വേവിച്ചത് പാല് തിളപ്പിച്ച ആ പാത്രത്തിൽ തന്നെ ചിരങ്ങ വേവിച്ചതാണ്. ഏലക്കായൊക്കെ ഇട്ടിട്ട് ചിരങ്ങ ഒന്ന് വേവിച്ചെടുത്തു. എന്നിട്ട് ആ ചിരങ്ങ പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് അടിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് പാല് മിക്സ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ചിരങ്ങ ജ്യൂസ് റെഡിയായി. ചിരങ്ങ ഞാൻ പറഞ്ഞല്ലോ പള്ളിക്കണ്ടത്തെ അയൽവാസിൻ്റെ അവിടെ നിന്നാണ് തന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പിന്നെ ഔൽ മിൽക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചെറുപഴം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഔൽ മിൽക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഔൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ഔൽ. പിന്നെ അതിക്ക് എടുക്കണ പൊട്ടുകടയിലും മറ്റേ കടലൊക്കെ അല്ലേ, അത് മിക്സറുണ്ട് ഇവിടെ. ആ മിക്സറിന്ന് പെറുക്കിയെടുത്തതാണ് കേട്ടോ. അങ്ങനെ പെറുക്കിയെടുത്തിട്ട് അതവിടെ റെഡിയാക്കി നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിക്ക് നമ്മൾ പൊട്ടുകടയിലൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നല്ല മുരുമുരാനിരിക്കും. പിന്നെ പഴവും പാലും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. നമ്മൾ ചതക്കണ സാധനമല്ലേ, നമ്മൾ മിക്സിയിലൊന്നും അടിക്കണ്ട, അല്ലെങ്കിൽ കയ്യിലിട്ട് ഞോണ്ടൊക്കെ ചെയ്യാം. ഓളാം ചതക്കണ ഇടിമുട്ടി ഉണ്ടല്ലോ, അതിലിട്ടിട്ട് ഇങ്ങനെ ഇടിച്ചെടുത്തതാണത്. അങ്ങനെ പഴവും പാലും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തത് നമ്മളെല്ലാ ക്ലാസ്സിലേക്കും ഫസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കസ്കസ് വെള്ളത്തിൽ ടച്ച് ചെയ്യുന്നു കേട്ടോ, വയറിന് നല്ലോണം തണുപ്പായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ പിന്നെ ഓരോ സ്പൂണ് കസ്കസും കൂടെ എല്ലാ ക്ലാസ്സിലും 3 ആൾക്കും ഉള്ളതാണ് കേട്ടോ. കുട്ടികൾക്ക് ഇത് കൊടുത്തിട്ടില്ല, കാരണം ഓർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഓർക്ക് ചിരങ്ങ ജ്യൂസും പിന്നെ പൊറാട്ടൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഓല വയറ് ഫുള്ളാവുമല്ലോ. നമുക്ക് പിന്നെ വെള്ളത്തിനാണല്ലോ അധികം ആവശ്യം. ഓരോ വെള്ളങ്ങൾ കൂടിയിട്ടുള്ള ഓരോ ഫുഡിനേക്കാണ് നമുക്ക് ആവശ്യം. അങ്ങനെ പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഔലും ഇതൊക്കെ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകളിലൊന്നും കൂടിയും അത് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇന്ന് നോമ്പറിഞ്ഞതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കാൻ ഇതായിരുന്നു കേട്ടോ. നല്ല അപ്പം തന്നെ കുറേ മുന്നേ തന്നെ റെഡിയാക്കി വെക്കരുത് കേട്ടോ. ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് നേരം മുന്നേ അത് റെഡിയാക്കാൻ പാടുള്ളൂ. കാരണം കുറേ നേരം അതിലിങ്ങനെ കിടന്നാൽ ആ ഔലൊക്കെ പിന്നെയും തണുത്ത് പോകും. ഇങ്ങനെ മുരിമുരിയാൻ തന്നെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ആ ചിരങ്ങ ജ്യൂസ് ഇതവിടെ റെഡി ആക്കണേ. അതിക്കും കുറച്ച് കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഏതായാലും വെള്ളത്തിലിട്ടതല്ലേ. അങ്ങനെ ചിരങ്ങ ജ്യൂസും റെഡിയായി. അപ്പോൾ നമ്മളതും ഓരോ ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കറി പാത്രത്തിലാക്കിയിട്ടുണ്ട്, പൊറാട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് വാട്ടർമെലനാണ്, അതും കഷ്ണമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ കാര്യം എന്ന് പറഞ്ഞാൽ ഓല് പിന്നെ അതിന് മുന്നേ തന്നെ ഓരോന്ന് തിന്നൽ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും ഓല വയറ് ഫുള്ളാവും. അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഐസിന് അവിടെ ഇരിക്കണത്. എനിക്ക് പിന്നെ വത്തക്ക തിന്നുക, പിന്നെ ഔൽ മിൽക്കും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ പൊറാട്ട എല്ലാം ഇഷ്ടമാണ്.
അങ്ങനെ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം കേട്ടോ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. ഞാനിത് അവൽ മിൽക്കൊക്കെ ഭയങ്കര എടുത്ത് പറയേണ്ടി വരും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കുടിച്ചു. കുറച്ച് സാധനങ്ങൾ നമ്മൾ ചേർത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഐസിൻ്റെ പൊറാട്ട വേണമെന്ന് പറഞ്ഞിട്ട് അവനക്ക് ഇതാ പൊറാട്ടയും കറിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ്റെ, പക്ഷേ അവനത് തിന്നൂല കേട്ടോ. അവനക്ക് ചിക്കൻ്റെ കഷ്ണം മുട്ട അതൊന്നും പറ്റൂല, ഓൺലി കറി എല്ലാത്തേക്കും നിർബന്ധമാണ് കേട്ടോ. എന്ത് കുടിക്കണം. പിന്നെ ഞാൻ ചരങ്ങ ജ്യൂസ് കുടിച്ചു. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ കിച്ചണൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ആക്കി. പിന്നെ അനിയത്തിൻ്റെ വീട്ടിലത്തെ ഗ്യാസ് അടുപ്പിൻ്റെ വീഡിയോ കാണിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എന്നും കാണിക്കലുള്ളത് തന്നെയാണ് ഗ്യാസിൻ്റെ അടുപ്പ്. അപ്പോൾ സ്റ്റീലാണ് കേട്ടോ, ചില്ലൊന്നുമല്ല. അൽഹംദുലില്ലാ ഇന്നത്തെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ബൈ.